Josh. So, first of all, I'd like to welcome you all to this wonderful celebration. Mark and Luke, അവര് ഈ മാമോദീസായിലൂടെ സഭയിലെ അംഗങ്ങളും ദൈവരാജ്യത്തിൻ്റെ അംഗങ്ങളുമായി തീരുമ്പോൾ ആ സന്തോഷത്തിൽ പങ്കുചേരാനായിട്ട് നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുക. നമുക്കൊന്ന് ചേർന്ന് ഈ കുഞ്ഞുങ്ങളെ ദൈവമക്കളാവുന്ന ഈ ഉദാശകളിൽ പങ്കുചേർന്നുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് നമ്മുടെ രീതി അനുസരിച്ച് മലബാർ പാരമ്പര്യം അനുസരിച്ച് 3 ഉപദാശകളാണ് ഒന്നിച്ച് പരികരണം ചെയ്യുക. മാമോദീസ, സൈഡ് ലെവലും ആദ്യ കുർബാന സ്വീകരണം. മാമോദീസായും സൈഡ് ലെവലും നമ്മൾ ഇന്ന് നൽകുന്നുണ്ട്. ആദ്യ കുർബാന സ്വീകരണം നാളെയോ ഏറ്റവും അടുത്ത ദിവസങ്ങളിലാണ് കൊച്ചിനെ നൽകുക. ബിക്കോസ് നമുക്ക് ഇന്ന് കുർബാന ഇല്ലാത്തത് കൊണ്ടാണ്. നമുക്കൊന്ന് ചേർന്ന് പ്രാർത്ഥിച്ച് ഈ കുഞ്ഞുങ്ങളെയും ഇവരുടെ മാതാപിതാക്കളെയും ഗോഡ് പാരൻസിനെല്ലാം അനുഗ്രഹിക്കണമെന്നും നമ്മെ ഓരോരുത്തരെയും ദൈവരാജ്യത്തിലേക്ക് നയിക്കണമെന്നും നമുക്ക് ഈ അവസരത്തിൽ പ്രാർത്ഥിക്കാം. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനം പ്രത്യാശയപ്പെടുമെന്നേക്കും. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമത്താൽ സ്വർഗ്ഗവും ഭൂമിയും തന്നിരിക്കുന്നു. കാലകാല മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മുടെ കൂടെ. കർത്താവായ ദൈവമേ, അങ്ങയുടെ അനുഗ്രഹം പ്രതീക്ഷിച്ചു വന്നിരിക്കുന്ന ഈ ദാസരെ അങ്ങയുടെ അചരണത്തിൽ ചേർക്കുകയും പ്രസാദകരത്താൽ പ്രകാശിപ്പിക്കുകയും ചെയ്യണമേ. ജലത്താലും പരിശുദ്ധാത്മാവിനാലും വീണ്ടും ജനിച്ച് പിതാവേ എന്ന് അങ്ങേ വിളിക്കുവാൻ ഈ ശിശുക്കളെ അർഹരാക്കണമേ. ഈ കുദാശ യോഗ്യതയോടുകൂടി പരികർമ്മം ചെയ്യുവാൻ ബലഹീനരായ ഞങ്ങളെ ശക്തരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവായ സർവ്വേശ്വരായ നയിക്കും. കാട്ടൊഴുകി തേടി നടക്കുന്ന മാൻപടയെ പോലെ ദൈവമേ, എന്റെ ഹൃദയം അങ്ങയെ തേടുന്നു. ജലത്താലും ആത്മാവിനാലും ജനിക്കുന്നുണ്ടെങ്കിൽ ഒരുവനും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക സാധ്യമല്ല. കാട്ടൊഴുകി നടക്കുന്ന മാൻപടയെ പോലെ ദൈവമേ, എന്റെ ഹൃദയം അങ്ങയെ തേടുന്നു. ജീവന്റെ ദൈവത്തെ കാണുവാൻ എന്റെ ആത്മാവ് ദാഹിക്കുന്നു. രാവും പകലും ഞാൻ കണ്ണീര് കുടിക്കുന്നു. ഞാൻ എപ്പോൾ എന്റെ ദൈവത്തെ കാണും. എന്റെ ആത്മാവെ, നീ എന്തിന് ആകുലപ്പെടുന്നു? നീ എന്തിനു വിഷാദിച്ചുടലുന്നു? നീ ദൈവത്തെ ആശ്രയിക്കുക. രക്ഷകനായ ദൈവത്തെ ഞാൻ പ്രകീർത്തിക്കും. എന്റെ ആത്മാവ് സ്വസ്ഥമായിരിക്കുന്നു. പകൽ ദൈവം തന്നെ അനുഗ്രഹം വർഷിക്കും, രാത്രിയിൽ ഞാൻ അവിടുത്തെ സ്തുതിക്കും. നീ ദൈവത്തിൽ അഭയം തേടുക. രക്ഷകനായ ദൈവത്തെ ഞാൻ പ്രകീർത്തിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ജലത്താലും ആത്മാവിനാലും ജനിക്കുന്നുണ്ടെങ്കിൽ ഒരുവനും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക സാധ്യമല്ല. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മുടെ കൂടെ. ചോദിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കും. അന്വേഷിക്കുവിൻ, നിങ്ങൾ കണ്ടെത്തും. മുട്ടുവിൻ, നിങ്ങൾക്ക് തുറന്നിട്ടുമെന്ന് അരുളിച്ചെയ്ത കർത്താവേ, നിന്റെ കരുണയേറിയ വാഗ്ദാനം ഈ ദാസരയിൽ പൂർത്തിയാക്കണമേ. നിന്റെ ദാനം വിവേകികൾക്കും ബുദ്ധിമാന്മാർക്കും എന്നതിനേക്കാൾ ശിശുക്കൾക്ക് നൽകിയിരിക്കുന്നുവല്ലോ. നിന്റെ കൃപയാൽ മാമോദീസ ജലത്തിലൂടെ പാപക്കറകൾ കഴുകി ഈ കുഞ്ഞുങ്ങൾ പുതുജന്മം പ്രാപിക്കട്ടെ. നിന്റെ ഭൗതികശരീരത്തിന്റെ അവയവങ്ങളായിത്തീരുന്ന ഈ ദാസർ കുദാശകളുടെ സ്വീകരണം വഴി ആത്മീയം ശരീരമായി വളരുവാനിടയാകട്ടെ. ഈ ദാനത്തെ പ്രതി ഈ ദാസനോടൊത്ത് ഞങ്ങൾ നിനക്ക് നന്ദി പറയുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. പിശാചിന്റെ അനുബന്ധത്തിൽ നിന്ന് മോചിതനാകാൻ നീ ആഗ്രഹിക്കുന്നുവോ? പാപവും പാപമാർഗങ്ങളും ഉപേക്ഷിക്കുന്നുവോ? ഈശോ മിശിഹായെ നിന്റെ രക്ഷകനായി സ്വീകരിക്കുന്നുവോ? ഈ അഭിഷേകതയാൽ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ മാർക്ക് മുദ്രിതനായിരിക്കുന്നു. ആമേൻ. ഈ അഭിഷേകതയാൽ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ലുക്ക്
മുദ്രിതനായിരിക്കുന്നു. നമ്മുടെ അഹരിവേടത്തിലേക്ക്